സാറ് രാജിവെച്ച സീറ്റിൽ 2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ. അന്നത്തെ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞല്ലോ. സാറ് വീണ്ടും മത്സരിക്കണം. ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാ. MLA ആയ മാത്രം പോരാ, മന്ത്രിസഭയിലെ രണ്ടാമനായി സാറ് ഇരിക്കണം. അതിനുവേണ്ടി ഞാൻ സ്ഥാനം ഒഴിയാനും ഒരുക്കമാണ്. മേരി തോമസ് എന്തൊക്കെയായി പറയുന്നത്? ഇപ്പൊ ഭരണത്തിൽ ശ്രദ്ധിക്കുക, നല്ല മന്ത്രിയായിട്ട് പേരെടുക്കുക. ഞാൻ സാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയല്ല, അമിത വിനയം കാണിക്കുകയല്ല. സാറിനെ മനസ്സിലാക്കിയതുകൊണ്ട് പറയാ, സാറ് മന്ത്രിസഭയിലേക്ക് വരണം. നാട് നന്നാക്കാൻ സാറിനെ പോലുള്ളവരാ വരേണ്ടത്. അതൊക്കെ എന്റെ വഴിക്ക് നടക്കും. ആ മോളെ, ചായ എടുക്ക. വേണ്ട, നിക്ക്. ചായയാണോ കോഫിയാണോ ഇഷ്ടം? ചായയാണ് പതിവ്. ആ, മരുമകളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ലായിരിക്കും ഭാര്യ. താനിരിക്കടോ. നന്ദനിപ്പോ എന്ത് ചെയ്യാ? ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പോ ഓഫീസില് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എനിക്കറിയാം. അച്ഛൻ MLA ആയിരുന്നു, ഇപ്പോഴും നേതാവാണ്, ഒക്കെ ശരിയാ. പക്ഷെ മന്ത്രിമാര് പോലും ഇത്രയ്ക്ക് ബഹുമാനിക്കുന്ന ആളാണെന്ന് നേരിട്ട് കാണുമ്പോ അതിശയം തോന്നുന്നു. അതിശയിക്കണ്ട. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സിദ്ധുവിനോടൊരു പ്രത്യേക ബഹുമാനോ. MLA സ്ഥാനം രാജിവെച്ചപ്പോ ആ മതിപ്പ് കൂടിയതേയുള്ളൂ. അതെല്ലാം സിദ്ധുവിന്റെ സത്യസന്ധതയ്ക്ക് മറ്റുള്ളവര് നൽകിയ അംഗീകാരമാ. എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ച അച്ഛൻ അവര് വിശേഷിപ്പിച്ചത്? അതെല്ലാം സിദ്ധു അർഹിച്ച ആദരവ് തന്നെയാ. പക്ഷെ ആ വിഗ്രഹം ഉടഞ്ഞില്ലേ മോളെ? പ്രശസ്തരെ ദൂരെ നിന്നേ ആരാധിക്കാവൂന്ന് പറയും. ദൂരെ നിന്ന് നോക്കുമ്പോ വെളുത്ത ഉടുപ്പും ചിരിയും കൂപ്പുകയും മാത്രമേ കാണുള്ളൂ. അടുത്തു വരുമ്പോഴല്ലേ കള്ളം തെളിയുന്നത്. മേരി തോമസിന് ആരാധനയായിരിക്കും. നമുക്കോ? അമ്മ പറയുന്ന നേരാ. ഇന്നുകൊണ്ട് കാര്യങ്ങൾക്കൊരു തീരുമാനമാവണമെന്ന് ഉറപ്പിച്ചിരുന്നതാ. രണ്ടിലൊന്ന് അറിയുക തന്നെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് കൃത്യം മന്ത്രി വന്നു. എന്തിന് നമ്മുടെ സംസാരമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.